അങ്ങനെ നമ്മുടെ നികേഷും നിധിയും കൂടി സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് ഏട്ടനും ഹരീഷും കൂടി പണി മാറ്റി വരുന്നത്. പണി മാറ്റി വരുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടടാ അപ്പം നിൻ്റെ പനി? മാറി ഏട്ടാ, ഏടത്തി എന്നെ ഒരു അമ്പള സ്ഥാനത്ത് നിന്ന് നോക്കി നേരത്തിന് മരുന്നും വെള്ളമൊക്കെ തന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭേദമുണ്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറഞ്ഞാൽ എന്നാൽ ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഹരീഷും നികേഷും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ നിധി ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ നീതുമായിട്ടുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഏടത്തിക്ക് ഒരുപാട് പണി ഉണ്ടാകുന്നു, അതിൻ്റെ അടുത്ത് അവളും വന്നു വിടക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പണി എന്നാൽ നിനക്ക് പകുതി തരാം, ഞാൻ ഷെയർ ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് നിധിയോട് പറഞ്ഞിട്ട് ഏടത്തിക്ക് അറിയാമല്ലോ അന്ന് ഒരുപാട് ടെൻഷനുള്ള സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല, അവളാണെങ്കിൽ വെറുതെ വിളിച്ചിട്ട് എന്നെ ശല്യം ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷിനോട് നീതി പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്കുക, അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ആലോചിച്ച് നോക്കുക, അവൾക്ക് അറിയില്ലല്ലോ നിനക്ക് എന്താ പ്രശ്നം എന്ന്, അതുകൊണ്ട് നീ ഫോൺ എടുത്തിട്ട് അവളോട് എല്ലാ കാര്യം പറയണ്ടേ, എന്നാലല്ലേ അവൾക്ക് അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീതുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ, അത് എളുപ്പം മാറ്റാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ കാണാഞ്ഞിട്ട് നമ്മുടെ നീതി വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്, അങ്ങോട്ട് നടക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, എന്താന്ന് സുധീഷിനെ കാണാത്തത്, ഒരുപാട് നേരമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വന്നോളും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനെ നമ്മുടെ സുധീഷ് വിളിക്കേണ്ടത്, എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ ഒന്ന് വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് വാതിലൊക്കെ ഒന്ന് അടയ്ക്കണ്ട, മെല്ലെ ചാരിയിട്ട് കടന്നാൽ മതി, ഞാൻ വന്ന് അടച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഹരീഷിനോട്. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ദോശ കഴിക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് ഏട്ടനോട് വീണ്ടും നീതി ചോദിക്കേണ്ടത്, എന്താണെന്നാവോ സുധീഷിനെ കാണാത്തതെന്ന് പറയുന്നത്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, എന്നെ വിളിച്ചിരുന്നു, എത്താൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞാൽ സുധീഷ് എത്തിക്കോളും, ഏടത്തി പോയി കടന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിക്കാണെങ്കിൽ ആകെ സമാധാനക്കേട്, അവൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത്, എന്താ മോളെ നീ അങ്ങോട്ടും നടക്കണം? ആ സമയത്ത് അച്ഛൻ്റെ പ്രശ്നം കാരണം എനിക്ക് പേടിയായി, ഈ വീട്ടിൽ ആർക്കും ഒരു അപകടം പറ്റരുതെന്നാണ് എൻ്റെ മനസ്സിൽ, അതുകൊണ്ട് സുധീഷ് എത്തോളം ഒരു സമാധാനം ഇല്ല ഏട്ടാ, ഞാൻ എന്തായാലും ഉറങ്ങാതെ കാത്തിരിക്കാമെന്ന് പറയുന്നത്. നിധിക്കാണെങ്കിൽ ആകെ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ പിന്നെ അവൾ സുധീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഫോൺ എടുക്കുന്നുണ്ടാവും. സുധീഷിനാണെങ്കിൽ വല്ലാത്ത സന്തോഷം, അവൾ ഈ നേരത്തെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വരാത്തത്? അപ്പോൾ എനിക്കൊരു ട്രിപ്പ് ഉണ്ട്, ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ എത്തിക്കോളും, നിങ്ങൾ കടന്നോളൂ എന്നൊക്കെ പറയുന്നത് നീതിയോട്. എന്തായാലും നീതിയാണെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കട്ടിയുണ്ട്. പക്ഷേ നിധിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സുധീഷ് എത്തുന്നുണ്ട്. സുധീഷിനെ വണ്ടി ഓണം കേൾക്കുന്ന സമയത്ത് നമ്മുടെ നിധിക്ക് ഒരുപാട് സന്തോഷമാവുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനെ കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എത്തിയില്ലേ, നിങ്ങൾ ഫ്രഷ് ആയിട്ട് കഴിച്ചോളൂ, ഞാൻ പോയി കിടക്കട്ടെ എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് നീട്ടി വന്നിട്ട് നമ്മുടെ സുധീഷിനോട് പറയുന്നത്, നിന്നെ കാണാഞ്ഞിട്ട് ഏടത്തി ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു, അങ്ങോട്ട് നടക്കുന്നുണ്ട്, എനിക്കിപ്പോൾ മനസ്സിലായി ഇതൊരു ചെറിയ പ്രേമത്തിൻ്റെ സൂചനയാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് പോടാ കളിയാക്കാതെ നമ്മുടെ സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്. പിന്നെ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല കേട്ടോ, ഇത് സത്യമായിട്ടും ഏടത്തി ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു, നിന്നെ കാണാഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു എന്നൊക്കെ നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ഹരീഷിൻ്റെ ഫോണിലേക്ക് നീതു വിളിക്കുന്നുണ്ട്. നീതു വിളിച്ചിട്ട് പിന്നെ കുറേ പറയുന്നുണ്ട്, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ, എനിക്ക് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യപ്പെടുമ്പോൾ ഹരീഷ് ഫോൺ വേഗം കട്ടാക്കിയിട്ട് പറയുന്നത്, നമ്മുടെ സുധീഷ് ഇനി ഫോൺ വന്നാൽ ഇന്നൊന്നും എടുക്കാതിരിക്കട്ടെ, ഞാനൊന്ന് സൈലൻ്റ് ആക്കിയിട്ട് പോയിട്ടൊന്ന് സമാധാനത്തിൽ കടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് ചിരിക്കുന്നുണ്ട്. പിന്നെ സുധീഷ് ഇങ്ങനെ ഹരീഷ് പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിധിക്ക് ലേശം അവനോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.